ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ് വർക്ക് എനർജി ആൻഡ് പവർ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാണാം കേൾക്കാം എന്ന് തന്നെ വിചാരിക്കുന്നു. മകളെ കാണാവുന്നവർ കേൾക്കാവുന്നവർ ആ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേടാ. യെസ്, കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ കാണാം കേൾക്കാം എന്നുള്ള കാര്യം. എവിടെ ആളുകളൊക്കെ? കാണാമോ കേൾക്കാമോ? യെസ്, ഓ കേൾക്കാം. അഭിദീപിനെ കാണാം. യെസ്, അഭിദീപിനെ കാണാം. തുടങ്ങാല്ലേ മക്കളെ? സോ റെഡിയാണ്. നമ്മൾ ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. വർക്ക് എനർജി ആൻഡ് പവർ. ഏറ്റവും സിമ്പിളായി ചാപ്റ്റർ എങ്ങനെ പഠിക്കാം, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ പഠിക്കാം, ആ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റെഡി അല്ലേ? യെസ് യെസ്. സോ മക്കളെ, ആദ്യത്തെ കാര്യത്തേക്ക് നമ്മൾ പോകും. നമ്മളെ ചാപ്റ്റർ വർക്ക് എനർജി ആൻഡ് പവർ ആണ്. ഇവിടെ നമ്മൾ പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കണം. എന്താണത്? എങ്ങനെയാണ് രണ്ട് വെക്ടറുകളുടെ സ്കേലാർ പ്രൊഡക്റ്റ് എടുക്കുക. സപ്പോസ് നമുക്കുള്ള ആദ്യത്തെ വെക്ടർ എ ആണ് ആൻഡ് രണ്ടാമത്തെ വെക്ടർ ബി ആണ്. ഈ പേരെന്താ? സ്കേലാർ പ്രൊഡക്റ്റ് ആണ്. ഇവർ രണ്ടുപേരെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്, പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ആൻസർ കിട്ടിയിരുന്നത് എങ്ങനെയായിരുന്നു? അത് സ്കേലാർ ആയിട്ടായിരുന്നു. ആൻസറിന്റെ മുകളിൽ ബാർ ഇല്ല, വെക്ടർ അല്ല, സ്കേലാർ ആണ്. സോ ആ പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് സ്കേലാർ പ്രൊഡക്റ്റ്. നമ്മൾ ഡോട്ട് ഇട്ട് റെപ്രസെന്റ് ചെയ്യും. സോ ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ്. രണ്ട് വെക്ടറുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ആൻഡ് ആൻസർ ഈസ് സ്കേലാർ. അതിന് വിളിക്കുന്ന പേരാണ് സ്കേലാർ പ്രൊഡക്റ്റ്. എങ്ങനെയാണ് സ്കേലാർ പ്രൊഡക്റ്റ് ചെയ്യുക? എ ഡോട്ട് ബി ഈക്വൽ ടു എന്താണ്? അതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്, എ ബി കോസ് തീറ്റ. എന്താണ്? എ ബി കോസ് തീറ്റ. എ എന്ന് പറഞ്ഞാൽ വെക്ടർ അല്ല, മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി, അതിന്റെ കോസ് തീറ്റ. സോ ദാറ്റ് ഈസ് എ ബി കോസ് തീറ്റ. ഇതായിരുന്നു സ്കേലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷൻ. നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. സോ എ ഡോട്ട് ബി is equal to എ ബി കോസ് തീറ്റ. മോഡുലസ് എടുക്കാൻ നമുക്കറിയാം അല്ലെ? മോഡുലസ് ഓഫ് വെക്ടർ എ എടുക്കാൻ നമുക്കറിയാം. സപ്പോസ് വെക്ടർ എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ് പ്ലസ് എ സെഡ് കെ ക്യാപ് ഫോർമാറ്റിലാന്ന് വിചാരിക്കുക. അതിന് വിളിക്കുന്ന പേരെന്താ? കമ്പോണന്റ് ഫോം. അങ്ങനെയാണെങ്കിൽ മോഡുലസ് എങ്ങനെ എടുക്കുക? റൂട്ട് ഓഫ് എ സ്ക്വയർ എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ, ഇങ്ങനെയാണ് എടുക്കുക. സോ ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇഫ് ടു വെക്ടേഴ്സ് ആർ ഗിവൺ ഇൻ കമ്പോണന്റ് ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. വെക്ടർ എ നമുക്ക് എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ് പ്ലസ് എ സെഡ് കെ ക്യാപ് എന്ന ഫോമിലും വെക്ടർ ബി എ ബി എക്സ് ഐ ക്യാപ് പ്ലസ് ബി വൈ ജെ ക്യാപ് പ്ലസ് ബി സെഡ് കെ ക്യാപ് എന്ന ഫോമിലും തന്നാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ തീരാ? കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. ദിസ് ഈസ് വാട്ട് സ്കേലാർ. സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ? നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? മോഡുലസ് ഓഫ് വെക്ടർ എ എന്നാണ്. മോഡുലസ് ഓഫ് വെക്ടർ എ ഇങ്ങനെയാണ് എടുക്കുക. ഈ കാര്യം കൂടി പഠിച്ചാൽ നമ്മുടെ ആദ്യത്തെ കാര്യം സ്കേലാർ പ്രൊഡക്റ്റ് സെറ്റ് ആയി. ക്ലിയർ ആണോ മക്കളെ? സോ ദിസ് ഈസ് ഇറ്റ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് സ്കേലാർ പ്രൊഡക്റ്റ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. എങ്കിൽ മക്കളെ നോക്കടാ, നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. നമ്മൾ ഈ പഠിച്ച സ്കേലാർ പ്രൊഡക്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഈ കാര്യം നമ്മൾ പഠിക്കുന്നത് വർക്കിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡോട്ട് എസ്, എഫ് എസ് കോസ് തീറ്റയാണ്. അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കേലാർ പ്രൊഡക്റ്റ് നമ്മൾ പഠിച്ചത്. ആ കാര്യം നമുക്കറിയാം. നമുക്കൊരു പ്രോബ്ലം ചെയ്തിട്ട് വർക്കിലേക്ക് പോകാം. മക്കളെ തന്നിട്ടുണ്ട് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു 3i ക്യാപ് പ്ലസ് 4j ക്യാപ് മൈനസ് 5k ക്യാപ്. ഏത് ഫോമിലാണ്? കമ്പോണന്റ് ഫോമിലാണ് അല്ലെ? ദെൻ ഡി എന്താ? ഡിസ്പ്ലേസ്മെന്റ് 5i ക്യാപ് പ്ലസ് 4j ക്യാപ് മൈനസ് 3k ക്യാപ്. അതും ഏത് ഫോം തന്നെയാണ്? കമ്പോണന്റ് ഫോമിലാണ്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ. മക്കളെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ അടുത്ത സ്ലൈഡിലൊക്കെ കൃത്യമായിട്ട് പഠിക്കും. വർക്ക് W ഇസ് ഈക്വൽ ടു ഫോഴ്സ് വെക്ടർ ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എ ഡോട്ട് ബി എഫ് ഡോട്ട് എസ്. എങ്ങനെ എഴുതാടാ? 3i ക്യാപ് പ്ലസ് 4j ക്യാപ് മൈനസ് 5k ക്യാപ് ഡോട്ട് 5i ക്യാപ് പ്ലസ് 4j ക്യാപ് മൈനസ്
3k. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അല്ലേ? സോ ദാറ്റ് ഈസ് എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിലെ എക്സ് ടേം അല്ലെങ്കിൽ എക്സ് കമ്പോണന്റ്, ഇതിലെ എക്സ് കമ്പോണന്റ് രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 5 plus 4 into 4 രണ്ടും 4 ആണ്. 4 into 4 plus -5 into -3. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യം അല്ലേ? സോ 15 പ്ലസ് 16 പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് അഗെയിൻ പ്ലസ് ആയി, ദാറ്റ് ഈസ് 15. 30 പ്ലസ് 16 46 ന്യൂട്ടൺ. ഇങ്ങനെയാണ് സ്കേലാർ പ്രൊഡക്റ്റ് എടുക്കേണ്ടത്. ജസ്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം കൃത്യമായി നമ്മൾ പഠിച്ചു. ക്ലിയർ അല്ലേടാ മക്കളെ? ക്ലിയർ ആണെങ്കിൽ ആ കാര്യം ഒന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ. എനിക്കറിയാൻ കുറച്ച് പേര് കാണുന്നുണ്ട്, അവർ ചാറ്റ് ചെയ്യുന്നില്ല. യെസ്, ഒന്ന് പറയടാ, ഈ കാര്യം ക്ലിയർ ആണോ? സ്കേലാർ പ്രൊഡക്റ്റിന്റെ കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആക്കി ഓരോ കോൺസെപ്റ്റും മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ പോവാണ്. യെസ്, ഒന്ന് പറഞ്ഞേടാ, ക്ലിയർ ആണോ കാര്യം? ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹാർട്ട് ബട്ടൺ യൂസ് ചെയ്യാം, ലൈക്ക് ബട്ടൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൃത്യമായി കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം യെസ് ക്ലിയർ ആണ്, സ്കേലാർ പ്രൊഡക്റ്റിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? പറഞ്ഞേ വേഗം. ക്ലിയർ ആണെന്ന് തന്നെ വിചാരിക്കുന്നു. യെസ്, ക്ലിയർ സാർ. യെസ്, കൃഷ്ണേന്ദുവിനെ കാണാം. ഫൈൻ. സോ മക്കളെ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മൾ വർക്കിനെ ഡിഫൈൻ ചെയ്യാൻ പോവുക. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ 9th സ്റ്റാൻഡേർഡിലാണ് ആദ്യമായി വർക്കിനെ കുറിച്ച് പഠിച്ചത്. അവിടെ നമ്മൾ പറഞ്ഞ വർക്ക് ഇത്രയേ ഉള്ളൂ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്കിപ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് വർക്കിനെ ഡിഫൈൻ ചെയ്യണം. എന്താ കേസ് വെച്ചാൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ഒന്നെങ്കിൽ ഇങ്ങനെ മാത്രം ഈ ബോക്സിന്റെ മുകളിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ബോക്സ് മുന്നോട്ട് നീങ്ങുന്നു അല്ലെ? ഈ ഒരു കേസ് മാത്രമാണ് പറയാം. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ ബോക്സിന്റെ മുകളിൽ ഇങ്ങനെ മാത്രമല്ല ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഇതുപോലെ ചെരിഞ്ഞും ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ? സ്ട്രെയിറ്റ് ആയിട്ട് ഏത് ഡയറക്ഷനിലേക്കാണോ മൂവ് ചെയ്യേണ്ടത് ആ ഡയറക്ഷനിലേക്ക് തന്നെ, അല്ലാതെ ചെരിഞ്ഞും ഒക്കെ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോഴും ബോക്സിന് എന്തുണ്ടാവാം? ബോക്സിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകാം. കാര്യം മനസ്സിലായോടെ മക്കളെ? സിമ്പിൾ അല്ലേ കാര്യം? യെസ്, ക്ലിയർ ആണ് അല്ലെ? ഇത്രയേ ഉള്ളൂ. ഈ ബോക്സ് ഇരിക്കുന്നുണ്ട്. ബോക്സ് നമ്മൾ നോർമൽ കേസ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചത്, ബോക്സിന് മുകളിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തു, ബോക്സ് നീങ്ങുന്നു. ഇതുപോലെ അല്ലാതെ നമ്മൾ ചെരിച്ച് ഫോഴ്സ് കൊടുത്താലും ഇതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, ചെരിഞ്ഞ ഫോഴ്സ് വന്നാലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. സോ അവിടെ നമ്മൾ വർക്കിനെ പുതിയ ടേംസിൽ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അതാണ് വർക്ക് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. നമുക്കറിയാവുന്ന കാര്യം ഫോഴ്സും ഡിസ്പ്ലേസുമാണ്. പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് പണ്ട് പഠിച്ചു. പക്ഷെ ഇപ്പൊ നമ്മൾ കൃത്യമായി പഠിക്കുന്നു, ഫോഴ്സ് അല്ല, ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ്, എലോങ് ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വേണം. നമ്മളൊരു ബോക്സിനെ ഇങ്ങനെ തള്ളിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുത്ത മുഴുവൻ ഫോഴ്സും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഫോഴ്സിന് ഒരു കമ്പോണന്റ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായ ഡയറക്ഷൻ വരും, ആ കമ്പോണന്റ് മാത്രം മതി. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ മക്കളെ? സോ ഇങ്ങനെയാണ് നമ്മൾ ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യേണ്ടത്. സോ നമുക്ക് വരച്ച് കാണിക്കാം മക്കളെ. നോക്കടാ, ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ഒബ്ജക്റ്റിന് മുകളിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ്. നമുക്ക് എന്ത് മാത്രമേ വേണ്ടൂ? ഈ ഫോഴ്സ് മുഴുവൻ വേണ്ട. ഈ ഫോഴ്സ് നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഈ ഒരു കമ്പോണന്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേടാ? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇതിൽ കൺഫ്യൂഷൻ വേണ്ട. ഈ വെക്ടറിനെ തന്നെയാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്. മുകളിലേക്ക് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്കറിയാം. സോ നമുക്ക് എന്ത് മാത്രമേ വേണ്ടൂ? സപ്പോസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് അലോങ് ദിസ് ഡയറക്ഷൻ, നമുക്ക് ഈ ഒരു കമ്പോണന്റ് മാത്രമേ വേണ്ടൂ. ഓക്കെ, സോ ആ ഫിഗർ ഞാൻ വലുതാക്കി വരയ്ക്കുകയാണ്, കൺഫ്യൂഷൻ വേണ്ട. സപ്പോസ് ദിസ് ഈസ് ദ ഫോഴ്സ്, ഇതാണ് അവിടുത്തെ ഫോഴ്സ് എന്ന് വിചാരിക്കണം മക്കളെ. Suppose this is the force and this is direction of displacement. So നമുക്ക് എന്ത് വേണം? ഈ ഫോഴ്സ് മുഴുവൻ വേണ്ട, ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായ ഡയറക്ഷനിലെ കമ്പോണന്റ്, ദാറ്റ് ഈസ് എഫ് കോസ് തീറ്റ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് മാത്രം മതി. സോ നമുക്ക് ഇക്വേഷൻ കിട്ടി വർക്ക് W is equal to എഫ് കോസ് തീറ്റ ഇൻറ്റു എസ്, ദാറ്റ് ഈസ് എഫ് ഡോട്ട് എസ് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാടാ?
fs cos theta. നമുക്കറിയാം ab cos theta a dot b ആണ്. So work is simply force dot displacement. Equation ഒന്ന് ഓർത്ത് വെക്കണം. Work is equal to force dot displacement. This is the importance of dot product and this is how we are going to calculate work. Clear അല്ലേടാ മക്കളെ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണെങ്കിൽ ആ കാര്യം കമന്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ്. യെസ്, ഹാർട്ട് യൂസ് ചെയ്ത് പറയാം. ക്ലിയർ ആണോ മക്കളെ? പറയടാ. സോ ഫോഴ്സിന്റെ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ കാര്യം ക്ലിയർ ആണെങ്കിൽ വി ആർ ഗോയിങ് ടു സീ എന്തെല്ലാമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്കുകൾ എന്നുള്ള കാര്യം കാണാൻ പോവുക. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക്, നമുക്ക് 3 തരത്തിൽ വർക്ക് പറയാം. പോസിറ്റീവ് വർക്ക് പറയാം, നെഗറ്റീവ് വർക്ക് പറയാം, സീറോ വർക്ക് പറയാം. ഈ 2 കാര്യം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇഫ് യു ആർ അപ്ലൈയിങ് സം ഫോഴ്സ് അലോങ് ദിസ് ഡയറക്ഷൻ ആൻഡ് ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾസോ അലോങ് ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്, നമുക്കൊരു ഒബ്ജക്റ്റിനെ നോക്കണം മക്കളെ, നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് മൂവ് ചെയ്യണം അല്ലേ? ഇവിടെ നിന്ന് മൂവ് ചെയ്യണം. വി ആർ അപ്ലൈയിങ് സം ഫോഴ്സ് in this direction. If the displacement of object is along the same direction, we'll consider that as positive work. Clear അല്ലേടാ? സപ്പോസ് നെഗറ്റീവ് വർക്കിന്റെ കേസ് എന്താ? നമുക്ക് ഈ ബോഡിയെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി we are applying some force, പക്ഷേ ആ ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത് in the opposite direction of അപ്ലൈഡ് ഫോഴ്സ് ആണ്. നെഗറ്റീവ് വർക്ക് എന്ന് വിളിക്കും. സീറോ വർക്ക് ആവുന്ന കാര്യം നമുക്കറിയാം. ഫോഴ്സ് സീറോ ആയാലാകും, ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയാലും. പക്ഷെ ഇവിടെ നമ്മൾ ഒന്നും കൂടി ഹയർ ഓർഡറിൽ ചിന്തിക്കുകയാണ്. സോ പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷനിൽ മാത്രം വരണമെന്നില്ല. വി ഹാവ് ദിസ് ഇക്വേഷൻ W is equal to F dot S or Fs cos theta. So cos theta യുടെ വാല്യൂ പോസിറ്റീവ് ആകുന്ന ഭാഗം 0 മുതൽ 90 ഡിഗ്രി വരെ ആ ഭാഗത്ത് മുഴുവൻ വർക്ക് എന്താണ്? പോസിറ്റീവ് ആണ്. ഓർത്ത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡെഫിനിഷൻ ഇത്ര പഠിച്ചാൽ മതി. If the force and displacement are along the same direction, നമുക്ക് എന്ത് പറയാൻ പറ്റും? വർക്ക് പോസിറ്റീവ് ആണെന്ന് പറയാം. മനസ്സിലാക്കണം, 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ ഈ ഏത് ഭാഗത്താണെങ്കിലും വർക്ക് പോസിറ്റീവ് ആണ്. ക്ലിയർ അല്ലേ? സോ എക്സാമ്പിൾസ് പറഞ്ഞു. ബോഡി ബീങ് പുഷ്ഡ് along the surface. നമ്മളൊരു സർഫസിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചു. we are pushing that toward this side and the body is also moving. സോ ആ കേസിൽ എന്താ? വർക്ക് പോസിറ്റീവ് ആണ്. എ ബോഡി falling under gravitational force, തെങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന തേങ്ങ താഴേക്ക് വീഴുന്നു due to the influence of gravitational force is downwards and the motion is also downwards. so work എന്താണ്? പോസിറ്റീവ് ആണ്. കൃത്യമായി മനസ്സിലായി. നെഗറ്റീവ് വർക്കിന് എക്സാമ്പിൾസ് നോക്കടാ മക്കളെ. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് വെൻ എ ബോഡി സ്ലൈഡ്സ് അലോങ് എ റഫ് സർഫസ്. നമ്മളൊരു ബോഡിയെ ഈ ഒരു ബോഡിയെ ഒരു റഫ് സർഫസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വലിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വർക്ക് ഡൺ ബൈ ഹും? വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്, നോട്ട് ബൈ ദിസ് മാൻ. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് ട്രൈ ചെയ്യും? ഒരു ബോഡി നമ്മൾ അങ്ങോട്ട് തള്ളുമ്പോൾ അങ്ങോട്ട് പോകല്ലേ എന്നുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് ഏത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ഒപ്പോസ് ദ മോഷൻ ഓഫ് ദി ബോഡി അല്ലേ? അപ്പൊ നമ്മൾ അങ്ങോട്ട് തള്ളുമ്പോൾ പോകല്ലേ എന്ന് പറയും. ആക്ച്വലി ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ് ഉണ്ടാവുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. വർക്ക് ഈസ് നെഗറ്റീവ്. ആ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ആ കണ്ടീഷൻ മാത്രമല്ല, ആംഗിൾ 90 to 180 ഈ കേസിലൊക്കെ എന്താണ്? വർക്ക് നെഗറ്റീവ് ആണ്. കൃത്യമായി നമുക്ക് കാര്യം മനസ്സിലായി. ക്ലിയർ അല്ലേടാ മക്കളെ? യെസ്, സിമ്പിൾ അല്ലേ? And the third one is work zero. മക്കളെ ഇക്വേഷൻ വർക്ക് W is equal to Fs cos theta. Fs cos theta. F 0 ആയി, വർക്ക് 0. ഡിസ്പ്ലേസ്മെന്റ് 0 ആയി, വർക്ക് 0. ആൻഡ് cos theta, തീറ്റയുടെ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. cos 90 0 ആണ്. സിമിലർലി cos 270 0 ആണ്. ഈ 2 കേസിലും കൂടെ എന്താവും? നെറ്റ് വർക്ക് 0 ആയിരിക്കും. വർക്ക് ഡൺ വിൽ ബി 0 ഇഫ് ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? രണ്ടാമത്തെ കേസ് എന്താ? വർക്ക് വിൽ ബി 0 ഇഫ് ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ 90 ഡിഗ്രി. ഒരു കേസും കൂടി പറയാൻ പറ്റും, ഇഫ് എഫ് ഈസ് ഈക്വൽ ടു 0, ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും അവിടുത്തെ വർക്ക് 0 ആണ്. നോക്കിക്കേടാ, ഈ കേസിൽ എന്താ? എ പേഴ്സൺ ഈസ് ട്രൈയിങ് ടു പുഷ് എ വാൾ. ഒരു വലിയ വാൾ ഉണ്ട് അവിടെ, അയാൾ അതിനെ പുഷ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. ഹീസ് അപ്ലൈയിങ് സം ഫോഴ്സ്. ശരിയല്ലേടാ? ഹീസ് അപ്ലൈയിങ് സം ഫോഴ്സ് ബട്ട് നോ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദാറ്റ്.
അദ്ദേഹം കുറേ സമയം തള്ളിക്കൊണ്ടേയിരിക്കും, ബട്ട് നോ ഡിസ്പ്ലേസ്മെന്റ്. സോ അവിടെ എന്ത് പറയാൻ പറ്റും? അവിടുത്തെ വർക്ക് ഇസ് ഈക്വൽ ടു 0 ആണ് അല്ലെ. സിൻസ് എസ് ഇസ് ഈക്വൽ ടു 0, ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ 0. അടുത്ത കേസ് നമുക്ക് നോക്കാം. 3 കേസിനും സ്പെഷ്യൽ ആയിട്ട് എക്സാമ്പിൾസ് നോക്കാം. അടുത്ത കേസ് നോക്കി. എ പേഴ്സൺ ക്യാരിങ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ് ആൻഡ് വാക്സ് അലോങ് എ ലെവൽ റോഡ്. ദാ ഇദ്ദേഹം തലയിൽ വലിയ ഒരു ചുമടായിട്ട് ഒരു ലെവൽ റോഡ് നടക്കുക. യു സീ ദിസ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാടാ? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ, ഫോർവേഡ് ഡയറക്ഷനില. ബട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ വെയിറ്റ് എങ്ങടാ? താഴേക്കല്ലേടാ. സോ വെയിറ്റ് താഴേക്ക്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട്. വാട്ട് ഈസ് ദ ആംഗിൾ there? Theta is equal to 90 degree. So work done will be 0 there. Since work done is equal to theta is equal to 90 degree, work done will be 0 there. Simple. And the final case, work done will be 0 if the force and displacement are perpendicular to each other. ആ കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഓൾറെഡി ഒരിക്കൽ കൂടി നമ്മൾ ആ കാര്യം പറഞ്ഞു. ക്ലിയർ അല്ലേടാ? സോ ദിസ് ഈസ് ഇറ്റ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ മക്കൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് വെക്കാം. 1 2 3 4 5 6 7. മക്കളെ കമന്റിങ് തുടങ്ങിക്കോളൂ. Write the work in each of the following cases: 0, negative or positive. 1 എന്താണ്? You can comment. Work done by friction on a body sliding down an inclined plane. ഒരു inclined plane ഒരു ബോഡി താഴേക്ക് വരികയാണ്. The friction will oppose the motion. മോഷൻ താഴേക്ക്, ഫ്രിക്ഷൻ എങ്ങട്ടാ? മുകളിലേക്ക്. യെസ് ആദ്യത്തെ ഏതാണ്? അത് നെഗറ്റീവ് ആണ്. 1 നെഗറ്റീവ്. ശരിയല്ലേ? ആൻഡ് ദ സെക്കൻഡ് വൺ, എ പേഴ്സൺ ട്രൈയിങ് ടു പുഷ് എ വാൾ. ആരെയാണ് പുഷ് ചെയ്യുന്നത്? പുഷ് എ വാൾ. ഒരു വാളിനെ പുഷ് ചെയ്താൽ will it move? No. The displacement will be 0. So work done is 0 there. 2 0. Clear അല്ലേടാ? Yes. കൃഷ്ണേന്ദു ക്ലിയർ അല്ലേ? Yes. And the third case നോക്കണം മക്കളെ. When a person carrying a load on his head walks along a level road. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കേസാണ്. ദാടാ ഈ കേസ് തന്നെയാണ്. There also work is 0. Theta is equal to 90 degree. Here s is equal to 0. ഓർക്കുന്നുണ്ടാവും. And the fourth one, a body falling under gravitational force. A body falling downwards under gravitational force. Along ഏത് ഡയറക്ഷനാ? ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. സോ പോസിറ്റീവ് ആണ്. 4 പോസിറ്റീവ്. യെസ് കൃഷ്ണേന്ദു നിങ്ങൾ നമ്പർ ചെയ്തൊരു കമന്റ് ചെയ്യണം. യെസ് 0 3 0 എന്ന് പറയുന്നു അല്ലേ. ആൻഡ് ദ ഫിഫ്ത് വൺ നോക്കിക്കേ. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് when we are lifting a bucket of water from well. നമ്മൾ വെള്ളം കോരി എടുക്കുകയാണല്ലേ. നമ്മൾ കപ്പിയൊന്നും ഉപയോഗിച്ചില്ല, പുള്ളി നോക്കില്ല, ദാ ഇങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു. ദാ ഇങ്ങനെ തന്നെ. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ ചെയ്ത വർക്ക് ഈസ് പോസിറ്റീവ്. ഇഫ് യു ആർ ലിഫ്റ്റിംഗ് ദാറ്റ് ബക്കറ്റ് ഓഫ് വാട്ടർ ഇറ്റ് വിൽ കം അപ്പ് അല്ലേ. Gravitational force is pulling that downwards, but displacement there was upward. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ശ്രദ്ധിക്കണേ, ബക്കറ്റിലെ വെള്ളം നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ gravitational force is pulling that downwards. So the work done will be negative. Clear അല്ലേടാ മക്കളെ? And the sixth one, work done by centripetal force in circular motion. A body is moving in a circular path. And what is the direction of centripetal force? ഇങ്ങനെ അല്ലേ. വാട്ട് ഈസ് ദാറ്റ് ആംഗിൾ? ഇവിടേക്കാണ് ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ് ഈസ് 90. സോ ദാറ്റ് വിൽ ബി 0. ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്. ദിസ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്, ദിസ് ഈസ് ഫോഴ്സ്. ആംഗിൾ there is 90 degree. So work done will be 0. And the final case, work done applied force on lifting an object. Work done ദാടാ ഈ രണ്ട് കേസ് ഒരുമിച്ച് ആലോചിക്കണേ. വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് ഓൺ ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്ട്. ഒരു ഒബ്ജക്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്യണം. വി ആർ അപ്ലൈയിങ് ദാറ്റ് ഫോഴ്സ് അപ്വേർഡ്സ് അല്ലെ. വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് വിൽ ബി പോസിറ്റീവ്. എപ്പോ? അത് ഒബ്ജക്ട് ലിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെ. ലിഫ്റ്റ് ആയില്ലെങ്കിൽ വർക്ക് ഈസ് 0. ക്ലിയർ അല്ലേടാ? സോ ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്ക് ഡൺ. ക്ലിയർ ആണ് കാര്യങ്ങൾ എന്ന് തന്നെ വിചാരിക്കുന്നു. വി ആർ മൂവിംഗ് ടു നെക്സ്റ്റ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ആ കാര്യം കമന്റ് ബോക്സിൽ പറഞ്ഞേടാ. യൂസ് ദാറ്റ് തിങ്. നിങ്ങൾക്ക് കമന്റ് ബോക്സ് ഉപയോഗിക്കാം. യു ക്യാൻ ഓൾസോ യൂസ് ദാറ്റ് വോട്ട് സ്മൈലീസ് ഒക്കെ അല്ലേടാ സൈഡിൽ, അതൊക്കെ യൂസ് ചെയ്യാം. ഒന്ന് പറഞ്ഞേ ക്ലിയർ ആണെങ്കിൽ ആ കാര്യം കാണട്ടെ കമന്റ് ബോക്സിൽ. ക്ലിയർ ആണോ മക്കളെ? ആ കാര്യം കാണട്ടെ കമന്റ് ബോക്സിൽ. ആ കാര്യം ഒന്ന് കാണട്ടെ. ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ്. യെസ് ഹാർട്ട്
ഹാർട്ട് വരുന്നുണ്ട്. യെസ്, യു ക്യാൻ യൂസ് ദാറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. കാര്യം ക്ലിയർ ആണ്. സോ ദിസ് ഈസ്, നിങ്ങൾ എങ്ങനെ പഠിക്കണം വെച്ചാൽ ഫസ്റ്റ് ഒരു ഇക്വേഷൻ, അതേതാ, വർക്കിന് നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ ആണ് വർക്ക് W is equal to F dot S. ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു. യെസ്, ക്ലിയർ ആണെന്ന് പറയുന്നു, കമന്റിൽ കാണാം. സെക്കൻഡ് ഇക്വേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ അതിന്റെ പേരാണ് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം സിമ്പിൾ ആണ് കാര്യം. നമുക്കറിയാം വർക്ക് തന്നെയാണ് എനർജി, അല്ലേ? സോ വർക്ക് ഈസ് നത്തിങ് ബട്ട് എനർജി. അത്രേ ഉള്ളൂ വർക്ക് എനർജി തിയറം. എന്താ പറഞ്ഞത്? വർക്ക് എനർജി തിയറം സ്റ്റേറ്റ് ദാറ്റ് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. നമ്മൾ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ബോഡിയുടെ മുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി വിൽ ഡെഫിനറ്റ്ലി ചേഞ്ച്. ഇതാണ് വർക്ക് എനർജി തിയറം. എന്താ വർക്ക് എനർജി തിയറം? നമ്മളൊരു ബോഡി റെസ്റ്റിലാണ് വിചാരിക്കണം, ഒരു ബോഡി റെസ്റ്റിലാണ്, നമ്മൾ അതിന് മുകളിൽ കുറച്ച് ഫോഴ്സ് കൊടുത്തു, ദാറ്റ് ബോഡി ഗെറ്റ് ഡിസ്പ്ലേസ്ഡ്. നമ്മൾ പറയും ആ ബോഡിക്ക് എന്തുണ്ടായി? ഒരു വർക്ക് ചെയ്തു എന്ന് പറയും, അല്ലെ? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി വിൽ ഹാവ് എ വെലോസിറ്റി. മാസ് ഉള്ള ബോഡിയാണ്, വെലോസിറ്റി ഉള്ള ബോഡിയാണ്, ഒരു കൈനറ്റിക് എനർജി വരും. സോ നമ്മൾ ചെയ്ത വർക്ക് എന്തായി മാറി? കൈനറ്റിക് എനർജി ആയി മാറി. എത്രത്തോളം കൈനറ്റിക് എനർജി ഉണ്ടാവും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു വർക്ക് ഡൺ. ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആയിരുന്നു, നമ്മൾ പുഷ് ചെയ്തപ്പോൾ കൈനറ്റിക് എനർജി വന്നു, ചേഞ്ച് വന്നു. ദാറ്റ് ചേഞ്ച് ഈസ് ഓൾസോ ഈക്വൽ ടു വർക്ക്. അടുത്ത കേസ് ആലോചിക്കണം മക്കളെ. ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് സം വെലോസിറ്റി u. ഓക്കെ, നിങ്ങൾ അതിന് മുകളിൽ എക്സ്ട്രാ കുറച്ച് ഫോഴ്സ് കൂടെ കൊടുത്തു, അതിന് നിങ്ങൾ ഒന്നുകൂടെ തള്ളി, എന്ത് ചെയ്യും? അതിന്റെ വെലോസിറ്റി മാറും, u ഉണ്ടായിരുന്നത് v ആയിട്ട് മാറും. ഇറ്റ്സ് കൈനറ്റിക് എനർജി വിൽ ഓൾസോ ചേഞ്ച്, അല്ലേ? സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എങ്ങനെ പറയാൻ പറ്റൂടാ? ഹാഫ് mv² ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഹാഫ് mu², ദാറ്റ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഇതാണ് വർക്ക് എനർജി തിയറം. ഏറ്റവും പെട്ടെന്ന് നമ്മൾ തെളിയിക്കാൻ പോവാണ്. കൃത്യമായി നോക്കുക. വി ഹാവ് ദ ഇക്വേഷൻ W is equal to force into displacement. F is equal to ma നമുക്കറിയാം, അല്ലേ? അതുപോലെ തന്നെ v² equal to u² plus 2as ഇക്വേഷൻ നമുക്കറിയാം. സോ s is equal to v² minus u² divided by 2a. From equations of motion അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേടാ. v² minus u² divided by 2a. കട്ട് ചെയ്യാൻ അറിയുമെങ്കിൽ ഡെറിവേഷൻ കഴിഞ്ഞു. എയും കട്ട് ചെയ്തു. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് m by 2 into v² minus u². നോക്കടാ മക്കളെ, this can be written as half mv² minus half mu². ഇതെന്താടാ? കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ, അല്ലേ? ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ. സോ ദിസ് ഈസ് വർക്ക് എനർജി തിയറം ആൻഡ് ആ ഡെറിവേഷൻ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിച്ചു. ക്ലിയർ അല്ലേടാ? സോ ദിസ് ഈസ് ഇറ്റ്, സിമ്പിൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പേജിലേക്ക് തിരിച്ചു വരിക. അടുത്ത ഇക്വേഷൻ ആണ് വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. പല പല സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഇക്വേഷൻ. സോ രണ്ടാമത്തെ ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ദാറ്റ് ഈസ് ഫ്രം എ ഗ്രാഫ്. ക്വസ്റ്റ്യൻ ചെയ്യണോ? യെസ്, ഈ ക്വസ്റ്റ്യൻ ചെയ്യണോ? ക്ലിയർ ആണെങ്കിൽ ആ കാര്യം പറയണം മക്കളെ. ഒന്ന് പറഞ്ഞേ മക്കളെ, ക്ലിയർ ആണോ കാര്യമുള്ള കാര്യം ഒന്ന് പറഞ്ഞേ. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. സോ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ വർക്ക് എനർജി തിയറം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? എ ബസ് ആൻഡ് എ കാർ മൂവ് വിത്ത് ദ സെയിം കൈനറ്റിക് എനർജി ആർ ബ്രോട്ട് ടു റെസ്റ്റ് by applying equal retardation force by the braking system. Which one will come to rest at a shorter distance? Simple question. രണ്ട് പേരുടെയും സെയിം കൈനറ്റിക് എനർജിയിൽ പോകുന്നു. They were brought into rest. So here we can say ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് സെയിം, അല്ലെ? രണ്ട് പേരും ഒരേ കൈനറ്റിക് എനർജിയിൽ പോയിരുന്നു, അവരെ റെസ്റ്റിൽ കൊണ്ടുവന്നു. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു സെയിം, അല്ലേടാ? സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താ? അതിന്റെ ഫോഴ്സ്, അല്ലെ? നമ്മളെ പറഞ്ഞ കേസിൽ എന്താ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി സെയിം ആണെന്ന് പറഞ്ഞു. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഒരു കാര്യം കൂടി പറഞ്ഞു, അല്ലെ? സെയിം ഡെൽറ്റ കെ ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താടാ? സെയിം ഫോഴ്സ്. സോ എഫ് ബസ് ഡോട്ട് എസ് ബസ്
ഈക്വൽ ടു എന്തായിരിക്കും എഫ് കാർ ഇൻറ്റു എസ് കാർ അല്ലേടാ. നോക്കടാ മക്കളെ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമുക്ക് എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് വർക്ക് ഡൺ അല്ലേ, വർക്ക് ഡൺ. So work done for the first case force into displacement ആണ്, second case force into displacement ആണ്. So രണ്ടിലും change in kinetic energy same ആയത് കൊണ്ട് forces bus into force into displacement of bus is equal to ഈ കാര്യം കൂടി വരും. സോ മക്കളെ എഫ് ബി ഈക്വൽ ടു എഫ് സി, വൈ സെയിം എക്സ്റ്റേണൽ ഫോഴ്സ്, വി ക്യാൻ സേ എസ് ബി ഈക്വൽ ടു എസ് സി. സോ both will travel സെയിം ഡിസ്റ്റൻസ്. മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായില്ലേ? സോ ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. നമ്മൾ വർക്ക് എനർജീന്റെ ആ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു, അത് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഡെറിവേഷനും പറഞ്ഞു. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ ആണ് അല്ലേ? കൺഫ്യൂഷൻസ് ഉണ്ടോ? ഇല്ല. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് അറിയാം. സോ ഇതായിരുന്നു അവരുടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയുടെ അല്ലെങ്കിൽ വർക്ക് ഡണ്ടെ ഇക്വേഷൻ. സിമ്പിൾ ആണ്. സിൻസ് ഫോഴ്സ് ആർ സെയിം, എന്തുകൂടെ സെയിം ആവണം, ദ ഡിസ്പ്ലേസ്മെന്റ് മസ്റ്റ് ബി സെയിം. യെസ്, സോ വി ആർ ബാക്ക് ടു ദിസ്. എങ്ങനെ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം ഫ്രം ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്? മക്കളെ ഞാൻ ആ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. നോക്കിക്കേ, ഇതാണ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഇവിടെ ഫോഴ്സ് ആണ്. Imagine we are applying a constant force. എന്താ പറയുന്നത്? We are applying constant force. Constant force എന്ന് പറഞ്ഞാൽ എന്താ? That can be 5 Newton, 10 Newton, 20 Newton. ഏത് വാല്യൂ എടുക്കാൻ പറ്റും. But that value is not changing with the displacement. അല്ലെ, നമ്മളൊരു ഒബ്ജക്റ്റിനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. We are applying the same force. അപ്പൊ ഗ്രാഫ് എങ്ങനെയാടാ വരിക? This will be the shape of graph. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഇനീഷ്യലി ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയപ്പോൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണോ അത്ര ഫോഴ്സ് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ്. മക്കളെ ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങളൊന്ന് നോക്കടാ, ഈ ഗ്രാഫിൽ നിന്ന് ഏരിയ ഓഫ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഒന്നെടുത്തേ. ദാ ഇതല്ലേ ഏരിയ ഓഫ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. സോ ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടുത്തെ ലെങ്ത് ആരാ? ഇതാണ്, ഇൻറ്റു ഇതാണ്. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇതെന്താടാ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്താ? വർക്കാണ്, വർക്ക് ഡൺ ആണ്. സോ ദിസ് ഈസ് ഇറ്റ്. ഏരിയ ഓഫ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഗീവ്സ് വർക്ക് ഡൺ. പഠിച്ചോ മക്കളെ, പഠിച്ചോ. സിമ്പിൾ ആണ്. ഇവിടെ ഡോട്ടിന്റെ കാര്യങ്ങൾ ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കേസ് പോസിറ്റീവ് വർക്കിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്തത് ആ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ ഇൻറ്റു മാത്രം ചെയ്താൽ മതി. സോ ദിസ് ഈസ് അവർ തേർഡ് ഇക്വേഷൻ. W വർക്ക് W is equal to ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ഇറ്റ്. സോ അടുത്ത കേസ് വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. നമ്മൾ പറഞ്ഞ അതേ ഗ്രാഫ് ഒരിക്കൽ കൂടി വരയ്ക്കാം മക്കളെ. ദാ നമ്മൾ നമ്മുടെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരച്ചു. Work done by variable force for different displacements. For different displacement forces are different. കണ്ടോ നിങ്ങൾ? ദാ ഇങ്ങനെയാ പോകുന്നത്. ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയപ്പോൾ ഇവിടെ എത്രയോ ആയിരുന്നു ഫോഴ്സ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് കുറച്ചുകൂടിയപ്പോൾ ഫോഴ്സ് മാറി. സോ ഫോഴ്സ് ഈസ് വേരിയിങ്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, അതെന്താണ്? ഏരിയ അണ്ടർ ദിസ് is equal to work done. മക്കളെ ഈ കർവ് സർഫസിന്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ? യെസ്, ഏരിയ അണ്ടർ ഗ്രാഫ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി?
ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. സോ വർക്ക് W is equal ഇന്റഗ്രൽ f of x dx. ഇത്രയേ ഉള്ളൂ മക്കളെ. എഫ് ഓഫ് എക്സ്, വൈ ദാറ്റ് റെപ്രസെന്റേഷൻ? എന്തുകൊണ്ടാണ് എഫ് ഓഫ് എക്സ്? അവിടെ എക്സ് ഒരു കോൺസ്റ്റന്റ് അല്ല, ദാറ്റ് ഈസ് വേരിയിങ് വിത്ത് ഡിസ്റ്റൻസ്. സോ ഫോഴ്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് അതായത് ഓരോ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലും അതിന്റെ ഫോഴ്സ് വാല്യൂ എത്രയാണോ അതിനെ dx വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, വിൽ ഗെറ്റ് ദ എൻറ്റയർ ഏരിയ. കാര്യം മനസ്സിലായില്ലേടാ? സോ ദിസ് ഈസ് ദ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് ഇക്വേഷൻ. W is equal to integral f of x dx. Simple. So these are the equations to find work. കൃത്യമായി മനസ്സിലായോടാ? നമ്മൾ ചെയ്യുന്ന സമയത്ത് പറയാം, ഇതിനെ ചെറിയ 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 ഭാഗങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ഓരോ ഭാഗത്തിന്റെ ഏരിയയും കണ്ട് നമ്മൾ ആഡ് ചെയ്യണം. അതിനാണ് നമ്മൾ ഇന്റഗ്രേഷൻ ഉപയോഗിച്ചത്. സോ ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. ക്ലിയർ ആണെങ്കിൽ ആ കാര്യം കമന്റ് ബോക്സിൽ പറയണം. ക്ലിയർ അല്ലേടാ മക്കളെ? നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം കാര്യങ്ങൾ പഠിക്കണം. നമ്മൾ ഫസ്റ്റ് പോർഷൻ വർക്ക് ഫിനിഷ് ചെയ്തു. ക്ലിയർ ആണെങ്കിൽ പറഞ്ഞേ മക്കളെ പെട്ടെന്ന്. യെസ്, ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് ആ കമന്റ് ബോക്സിൽ നമ്മുടെ ഫയറും ഹാർട്ടും ഒക്കെ ഒന്ന് തന്നി. ഒന്ന് വാടാ. യെസ്, ക്ലിയർ ആണെങ്കിൽ ആ കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ പറയണം മക്കളെ. ക്ലിയർ ആണെങ്കിൽ ആ കാര്യം കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. യെസ്, വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് പാർട്ട്. സോ വർക്ക് കഴിഞ്ഞു മക്കളെ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് വർക്കിലേക്ക് പോകാം. ഡ്രോ ഫ്രം ദ ടേബിൾ ഗിവൺ ബിലോ, ഡ്രോ ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് കർവ്, അനലൈസ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇൻവോൾവ് ആൻഡ് എസ്റ്റിമേറ്റ് ദ വർക്ക് ഡൺ. സിമ്പിൾ ആണ് കാര്യം മക്കളെ. ഇതാണ് പറഞ്ഞത്, ഡ്രോ ദി ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് കർവ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെ ഫോഴ്സ്. ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യൽ വാല്യൂ എത്രയായിരുന്നു? 0 ആയിരുന്നു. ദാറ്റ് ഈസ് 1 2 3 4 5 6 5 വരെയുള്ളൂ. 5 വരെയുള്ളൂ അല്ലേ? 5 വരെയുള്ളൂ. ഫൈൻ. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് 2 4 6 8 10 ഇങ്ങനെയാണ്. സോ കറസ്പോണ്ടിങ് ടേംസ് എടുത്തു കഴിഞ്ഞാൽ ഗെറ്റ് എ ഗ്രാഫ് ഓഫ് ദിസ് ഷേപ്പ്. ഇത്രയേ ഉള്ളൂ. കൂടുതൽ സമയം ഞാൻ എന്നെ കളയുന്നില്ല. സോ ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് ഗ്രാഫ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അനലൈസ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇൻവോൾവ്. ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറയേണ്ടത് അവിടുത്തെ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണോ വേരിയബിൾ ഫോഴ്സ് ആണോ? മക്കളൊന്ന് പറഞ്ഞേ, കോൺസ്റ്റന്റ് ഫോഴ്സ് ആണോ വേരിയബിൾ ഫോഴ്സ് ആണോ? നോക്കടാ, ഇങ്ങനെയാണ് ഷേപ്പ് അല്ലെ? ഈ ഷേപ്പ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇതൊരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെന്ന്. ഇതൊരു വേരിയബിൾ ഫോഴ്സ് ആണ്. ഇനീഷ്യലി ഫോഴ്സ് 0 ആയിരുന്നു, പിന്നെ അത് 2 ആയി 4 ആയി 6 ആയി 8 ആയി. വേരിയേഷൻ ഒരുപോലെയാണെന്നേ ഉള്ളൂ, ബട്ട് ദ ഫോഴ്സ് ഈസ് എ വേരിയബിൾ ഫോഴ്സ്. സോ ആൻസർ എന്താണ്? ഇതൊരു വേരിയബിൾ ഫോഴ്സ് ആണ്. വേരിയബിൾ ഫോഴ്സ് ആണ് അല്ലേ? എസ്റ്റിമേറ്റ് ദ വർക്ക് ഡൺ. മക്കളെ ആ കാര്യം പറയാനാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ കൊണ്ടുവന്നത്. ഫോഴ്സ് ഏതോ ആകട്ടെ, നമുക്ക് വേരിയബിൾ ആകട്ടെ കോൺസ്റ്റന്റ് ആകട്ടെ, നമുക്ക് ഏരിയ അണ്ടർ ദി ഗ്രാഫ് കണ്ടുപിടിച്ചാൽ എന്തായി? വർക്ക് ഡൺ ആയി. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു സി പാർട്ട് വർക്ക് ഡൺ ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ. എത്രയാണ് അത്? ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ? 5 ഇൻറ്റു ഹൈറ്റ് എത്രയാ? 10. സോ ദിസ് ഇസ് 25. മാർക്കിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ജൂൾ ആയിരുന്നു. സിമ്പിൾ ഇത്രയല്ലേ ഉള്ളൂ. യെസ്, ക്ലിയർ ആണ്. ക്വസ്റ്റ്യനും ക്ലിയർ അല്ലേടാ? കൺഫ്യൂഷൻസ് ഒന്നും തന്നെ ഇല്ലല്ലോ. ഇങ്ങനെയാണ് വർക്ക് കാണാനുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് ഇക്വേഷൻ ഓർത്ത് വെക്കുക, വർക്കിന് ഒരു തിയറം ഓർത്ത് വെക്കുക. വേരിയബിൾ ഫോഴ്സ് ആണെങ്കിലും കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിലും നമുക്ക് എന്താ ചെയ്യുക? ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ചെരിഞ്ഞ വരകളാണെങ്കിൽ വേരിയബിൾ ഫോഴ്സ് ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് ഫോഴ്സ്. ഇതിനെക്കുറിച്ച് ബേജാറാവണ്ട, ഇതിനെക്കുറിച്ച് യാതൊരുവിധ ടെൻഷൻസും വേണ്ട. എന്ത് മാത്രം മതി? ഇതിന്റെ ഏരിയ എങ്ങനെ കാണാമെന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി. ഇന്റഗ്രേഷൻ നമ്മളോട് +1 ചോദിക്കില്ല. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ് മക്കളെ. ആൻഡ് വി ആർ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഐ വിൽ
ലീവ് ദിസ് ആസ് ഹോംവർക്ക്. നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിന്റെ സൊല്യൂഷൻ ആയി വെക്കാം കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ മക്കളെ. ആൻഡ് വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് എനർജി. സിമ്പിൾ ആയിട്ട് നമ്മൾ വർക്കിന്റെ കാര്യങ്ങൾ മുഴുവനായിട്ട് പഠിച്ചു. അടുത്താണ് എനർജി. സോ സിംപ്ലി എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ്. ആക്ച്വലി എനർജി ഈസ് നത്തിങ് ബട്ട് വാട്ട്, വർക്ക് തന്നെയാണ് അല്ലെ. വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമാണ്? എനർജി ആവശ്യമാണ്. നമ്മൾ പഠിച്ചു, വർക്കിന് തീരം പഠിച്ചു, വർക്ക് ചെയ്താൽ എനർജിയും കിട്ടും. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വർക്ക് ഈസ് എ കപ്പാസിറ്റി ടു ഡു വർക്ക് എന്നൊക്കെ പറയും. പക്ഷെ രണ്ടും ഒന്നാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. എനർജിയുടെ യൂണിറ്റ് ആയിട്ടുള്ള ജൂൾ തന്നെയാണ് നമ്മൾ എന്തിനും ഉപയോഗിക്കുന്നത്, നമ്മൾ വർക്കിനും ഉപയോഗിക്കുന്നത്. മക്കളെ, കൈനറ്റിക് എനർജി എന്നും പൊട്ടൻഷ്യൽ എനർജി എന്നും പറഞ്ഞ് നമുക്ക് എനർജിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആക്ച്വലി ഇതെല്ലാം മെക്കാനിക്കൽ എനർജിയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ഒരുപാട് എനർജി എന്താ പറയാ ഫോംസ് ഉണ്ട്. ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി ആൻഡ് വേരിയസ് ടൈപ്സ് ഓഫ് എനർജി. അറ്റോമിക് എനർജി, ന്യൂക്ലിയർ എനർജി, സോളാർ എനർജി, വിൻഡ് എനർജി, ഒരുപാട് ടൈപ്പ് ഉണ്ട്. Here in this chapter we are only discussing two types, kinetic energy and potential energy മാത്രമേ ഉള്ളൂ. നമുക്കറിയാം kinetic energy is the form of energy possessed by virtue of its motion. മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന എനർജിയാണ് kinetic energy and the equation is half mv square, where m is the mass of the object and v is the velocity at which it is moving. So kinetic energy equation ആണ് half mv square. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ്. അതിൽ യാതൊരുവിധ കൺഫ്യൂഷൻസിന്റെയും ആവശ്യമില്ലാത്ത ഇക്വേഷൻ കൂടിയാണ് kinetic energy. ഇത്രയേ ഉള്ളൂ kinetic energy. And we are moving to the next part. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, റിലേഷൻ ബിറ്റ്വീൻ kinetic energy and momentum. ഇത് നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യം, അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ ആവുന്ന സമയത്തും നമുക്ക് ഒരുപാട് ചാപ്റ്ററുകളിൽ, നമുക്ക് സെക്കൻഡ് ഇയർ ലാസ്റ്റ് ചാപ്റ്ററിലൊക്കെ ആവശ്യമുള്ള റിലേഷൻ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് kinetic energy and momentum. മക്കളെ, kinetic energy is equal to half mv square. ഇത് നമുക്ക് അറിയാവുന്ന കാര്യ, ഒരു പ്രശ്നവുമില്ല അല്ലേ. സോ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു, ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ ഇൻറ്റു എം ഡിവൈഡഡ് ബൈ. എന്ത് ചെയ്തു? ഞാൻ മുകളിലും താഴെയും ഓരോ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ എം ഇൻറ്റു എം, എം സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ, താഴെ എന്തുണ്ടാവും? 2m ഉണ്ടാവും. കൺഫ്യൂഷൻ വേണ്ട. that will be half into mv square divided by m. മക്കളെ, നമുക്കൊരു കാര്യം അറിയാം, മൊമെന്റം p is equal to mv. നമുക്ക് അറിയുന്ന കാര്യമല്ലേ. സോ മുകളിൽ എന്താ? ഹാഫ് ഇൻറ്റു p square divided by m. So kinetic energy is equal to p square divided by 2m. p എന്താണ്? K is kinetic energy. Confusion ആർക്കും തന്നെ വേണ്ട. Kinetic energy and momentum p ആണ്. So this is the relation. Kinetic energy is equal to p square divided by 2m. Wow, സിമ്പിൾ ഇക്വേഷൻ. ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ള ഇക്വേഷൻ ആണ്, ഓർത്ത് വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഡിറൈവ് ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഇക്വേഷൻ തന്നെയാണ്, കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ഈ രണ്ട് കാര്യങ്ങളാണ് കൈനറ്റിക് എനർജിയുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കേണ്ടത്, പ്രോബ്ലം വരുമ്പോഴും ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ആൻഡ് ടു ദി നെക്സ്റ്റ്, പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് ഓർക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ മക്കൾ കൃത്യമായിട്ട് ഓർക്കണം. എപ്പോഴൊക്കെയാണ് പൊട്ടൻഷ്യൽ എനർജി ഉള്ളത്? മാവിന്റെ മുകളിലുള്ള മാങ്ങ, തെങ്ങിന്റെ മുകളിലുള്ള തേങ്ങ, ഡാമിലെ വെള്ളം, അവർക്ക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ബൈ ദെയർ പൊസിഷൻ അല്ലെങ്കിൽ ഡ്യൂ ടു ദെയർ പൊസിഷൻ. ഇത് മാത്രമല്ല, ദാ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ആരോ ഒരു ബോയിൽ വെച്ച് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇഫ് യു റിലീസ് ദിസ് ആരോ വിൽ മൂവ് ഫോർവേഡ്. ഈ ആരോക്ക് ഡ്യൂ ടു ദ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ, അവിടുത്തെ ആ ഒരു അവസ്ഥ കൊണ്ട് അതിന് എന്തുണ്ട്? അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സോ രണ്ട് കാര്യങ്ങൾ കൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവാം. ദ ഫസ്റ്റ് വൺ ഈസ് ഡ്യൂ ടു പൊസിഷൻ, രണ്ടാമത്തെ കാര്യമാണ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ. പൊസിഷൻ കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജി വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കൊണ്ട് വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. കൃത്യമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. Okay, so we are moving to that gravitational potential energy. എന്ത് ചെയ്യുന്നു? This man is lifting.
This man is lifting something from the ground. അയാൾ ചെയ്ത വർക്ക് അല്ലേടാ. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താ? വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ potential energy. Work endada? Force into displacement. Here ma ആണ് force, mass into acceleration ആണ് force, that into s വരും. നോക്കിയേടാ അവിടെ acceleration ഏതാ? g ആണ്. acceleration due to gravity ആണ്. s എന്താ? എത്ര ഹൈറ്റിലേക്കാണോ അദ്ദേഹം ഉയർത്തിയത് അതാണ് s. So potential energy is equal to m into g into h. Equation എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. യെസ്, സിമ്പിൾ അല്ലേ? ഇത് ഇക്വേഷൻ എന്തിനാടാ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷൻ ആണ്, മറന്നു പോകരുത്. ഓക്കെ, സോ നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട് മക്കളെ, അതാണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. ദ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. നമ്മൾ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്താലോ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാലോ അതിന് എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ഇറ്റ് വിൽ കം ബാക്ക് ടു ദി ഒറിജിനൽ ഡയമെൻഷൻ ഡ്യൂ ടു ദ പൊട്ടൻഷ്യൽ എനർജി ഗെയിൻ. അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: half kx square potential energy stored in a spring or elastic potential energy is half kx square എന്നാണ് മക്കളെ. ഇതിലെ ഹാഫ് എന്താ? ഹാഫ് 1/2 തന്നെയാണ്, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. കെ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. എന്താണ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഓരോ സ്പ്രിങ്ങിനനുസരിച്ചും അവിടെ ഡെവലപ്പ് ചെയ്ത പൊട്ടൻഷ്യൽ എനർജിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ ഉപയോഗിക്കും. ആൻഡ് വാട്ട് ഈസ് എക്സ്? എക്സ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ. ഇതായിരുന്നു നമ്മുടെ സ്പ്രിങ്. ആ സ്പ്രിങ്ങിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനീഷ്യലി അത് റെസ്റ്റിലായിരുന്നു. If you are pressing that, നമ്മൾ അതിനെ പ്രസ് ചെയ്തു, എന്ത് സംഭവിക്കൂടാ? ഇതിനെ പ്രസ് ചെയ്യുമ്പോൾ equilibrium position ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. നമ്മൾ ഇതിനെ സ്ട്രെച്ച് ചെയ്തു, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. So that displacement is called x. Half kx square is the expression for elastic potential energy. Clear അല്ലേടാ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. So this is it. ഓക്കെ, സോ എങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് നോൺ കൺസർവേറ്റീവ്. നമ്മൾ ഇവിടെ പഠിക്കുന്ന എനർജിയെ കുറിച്ചല്ലേ സാറേ, പിന്നെ എന്തുകൊണ്ടാണ് നമ്മളെ കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന കാര്യം പറയുന്നത്? അത് ഇവിടെ പറയാൻ കാരണം എങ്ങനെയാണ്? എ ഫോഴ്സ് ഈസ് സെഡ് ടു ബി കൺസർവേറ്റീവ് ഇഫ് വർക്ക് ഡൺ ഫോർ എ റൗണ്ട് ട്രിപ്പ് ഈസ് സീറോ. അല്ലെ, സോറി, വർക്ക് ഡൺ by that is independent of path. ഒരു കാര്യം ആലോചിക്കടാ, ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ഇതാ ഇവിടെ നിങ്ങോട്ട് ഉയർത്തി, അല്ലെ, ഇവിടെ നിങ്ങോട്ട് ഉയർത്തി, അങ്ങോട്ട് ഉയർത്തി, ടോട്ടൽ അതിന്റെ വർക്ക് ഡൺ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസിനെ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഉയർത്തിയാലും നോക്കട്ടെ മക്കളെ, സ്ട്രെയിറ്റ് ആയിട്ട് ഉയർത്തിയാൽ ഇതിനുള്ള പൊട്ടൻഷ്യൽ എനർജിയും അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് ഡണ്ണും, ഇതിനെ ചെരിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ ഉയർത്തിയാൽ അതിനുള്ള വർക്ക് ഡണ്ണും എന്താണ്? സെയിം ആണ്. സോ ഇവിടുത്തെ വർക്ക് ഡൺ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ഫോളോഡ്. മനസ്സിലായോ കാര്യം? ഈ ഫോൺ ഞാൻ ഉയർത്തി, ഇവിടെ ഇരിക്കുന്ന ഫോണ് ഞാൻ ഇങ്ങോട്ട് ഉയർത്തിയെങ്കിൽ ഫോണിന് എന്തുണ്ടായടാ? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായി ഡ്യൂ ടു ദിസ് വർക്ക് ഡൺ. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി സെയിം ആസ് ഞാൻ ഇങ്ങനെ ഉയർത്തിയാലും ഇങ്ങനെ ഉയർത്തിയാലും. സോ ഈ ഡിസ്റ്റൻസിന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഡിപെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അങ്ങനെയുള്ള ഫോഴ്സുകളെ, ദ ഫോഴ്സസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പൊ എന്താ കൺസർവേറ്റീവ് ഫോഴ്സ്? എ ഫോഴ്സ് which is necessary to move a particle one point to another is independent of particle's path. ഒരു പാർട്ടിക്കിളിനെ മൂവ് ചെയ്യിക്കാൻ നമുക്ക് ഫോഴ്സ് ആവശ്യമാണ്. if that force is independent of, അല്ലെ, work done by that is independent of particle's path, അങ്ങനെയുള്ള ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. യെസ്, സോ വർക്ക് ഡൺ ഫോർ എ റൗണ്ട് ട്രിപ്പ് വിൽ ബി സീറോ. മനസ്സിലായോ കാര്യം? ദാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നോക്കണം മക്കളെ, നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും നമ്മൾ ഇവിടെ തന്നെ എത്തിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? സീറോ ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണതുകൊണ്ട് അവിടുത്തെ വർക്കും സീറോ ആണ്. സോ ഫോർ എ റൗണ്ട് ട്രിപ്പ് വർക്ക് ഡൺ വിൽ ബി സീറോ. എക്സാമ്പിൾ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നോക്കണം മക്കളെ, രണ്ട് ചാർജുകൾ ഉണ്ട്, പ്ലസ് ചാർജും
പ്ലസ് ചാർജും മൈനസ് ചാർജ്. നമുക്കറിയാം they will attract each other. ഓപ്പോസിറ്റ് ചാർജുകൾ അട്രാക്ട് ചെയ്യും. അവിടുത്തെ ഫോഴ്സ് ആരാ? അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഈ ഫോഴ്സ് ഈ ചാർജുകൾ ഇങ്ങനെ ഈ ഡിസ്റ്റൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഈ ഡിസ്റ്റൻസിലേക്ക് എത്തിയത് ഇങ്ങനെയാണെന്നുള്ള കാര്യം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് is a conservative force. Similarly, gravitational force, magnetic force, so magnetic Lorentz force, elastic force, they are what? Conservative force. അവർ വർക്ക് ചെയ്തില്ലെങ്കിൽ that is independent of path. എന്നാൽ മക്കളെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മളൊരു ബോർഡ് മായ്ക്കുകയാണ്, ബോർഡ് ഒരു ഡസ്റ്റർ വെച്ച് മായ്ക്കുകയാണ്. that definitely depends on path covered. ശരിയല്ലേ? സോ അവിടെ ആക്ട് ചെയ്ത ഫോഴ്സ് ആരാ? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കേസിൽ എത്രത്തോളം പാത്ത് ട്രാവൽ ചെയ്തു, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ഓർക്കേണ്ട കാര്യം എങ്ങനെയാണ്? ഫോർ എ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ദ ഫോഴ്സസ് ഫോർ വിച്ച് വർക്ക് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ പാത്ത് ടേക്കൺ. പാത്ത് ടേക്കണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ്, ആ ഫോഴ്സ് ചെയ്ത വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ക്ലിയർ അല്ലേടാ? ആ ഫോഴ്സ് ചെയ്ത വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും കൺസർവേറ്റീവ് എന്ന് വിളിക്കും. സോ ഇവിടെ റൗണ്ട് ട്രിപ്പിൽ നമ്മൾ ചെയ്ത വർക്ക് 0 അല്ല, 0 ആകില്ല. ആ കാര്യം ഒന്ന് ഓർത്തു വെക്കാം ട്ടോ. ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് വിസ്കസ് ഫോഴ്സ് ആർ എക്സാമ്പിൾ ഫോർ കൺസർവേറ്റീവ് ഫോഴ്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് വി ആർ മൂവിങ് ടു ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. മക്കളെ നോക്കടാ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്, കൃത്യമായി ശ്രദ്ധിക്കണം. സോ മെക്കാനിക്കൽ എനർജിയുടെ കൺസർവേഷൻ ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ഒരു ചെറിയ ഡെറിവേഷൻ പോലെ ചോദിക്കുന്ന ഭാഗമാണ്, നമ്മളത് പഠിക്കുക. ആക്ച്വലി എന്താ മെക്കാനിക്കൽ എനർജി? മെക്കാനിക്കൽ എനർജി ഓഫ് an object is energy possessed by a mechanical energy is a mechanical energy of an object is the energy possessed by a body due to its motion or position. Motion or position. Actually motion ഇല്ലാതാരാ? കൈനറ്റിക് എനർജി. പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ അതാരാ? അത് പൊട്ടൻഷ്യൽ എനർജി. സോ the sum of potential and kinetic energy അതിനെ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. സോ നമുക്ക് തെളിയിക്കേണ്ട കാര്യം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബോൾ ത്രോൺ ഫ്രം എ ഹൈറ്റ് h നമ്മളത് പ്രൂവ് ചെയ്യും. റെഡി അല്ലേടാ? സോ അതിനായിട്ട് നമുക്കുള്ളത് ഒരു ബോളാണ്. ഈ ബോളിന്റെ മാസ് ലെറ്റ് ദാറ്റ് മാസ് ബി m. നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന ഹൈറ്റ് h ആണ്. ആൻഡ് വി ആർ ഓൾസോ ടേക്കിംഗ് സം അതർ ഹൈറ്റ് x. ഈ ഹൈറ്റ് ഇവിടെ നിന്ന് ഒരു മിഡ് പോയിന്റ് വരെയുള്ള ഹൈറ്റ് x ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? സോ free fall is any motion of a body where gravity is the only force acting upon it. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് this ball is falling down with only due to ഏതാണ്? ഗ്രാവിറ്റി. നമ്മൾ ജസ്റ്റ് ആ ബോളിനെ ഡ്രോപ്പ് ചെയ്തു, അത് താഴേക്ക് വരും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസർവ്ഡ് എന്നാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണെന്ന് അർത്ഥം. അതിന്റെ അർത്ഥം എയിലെ മെക്കാനിക്കൽ എനർജി എത്രയാണോ ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എത്രയാണോ അത് തന്നെയായിരിക്കും ഇവയുടെ സം എത്രയാണോ ആ സം തന്നെയായിരിക്കും ബിയിലെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ചേർത്താൽ കിട്ടുന്നത്. അത് തന്നെയായിരിക്കും സിയിലെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ചേർത്താൽ കിട്ടുന്നത്. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. നോക്കല്ലേടാ? റെഡി അല്ലേ? സോ വിൽ ബി ടേക്കിംഗ് ടോട്ടൽ എനർജി അറ്റ് എ. സോ കൈനറ്റിക് എനർജി അറ്റ് എ എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് mv സ്ക്വയർ ആണ്. There you can say, see this, v എത്രയാണ്? 0 ആണ്. The body is at rest. അല്ലെ, വിടുന്നതിന് മുന്നേ അല്ലെങ്കിൽ വിട്ട ആ ഒരു ഇൻസ്റ്റന്റിൽ അതിന്റെ വെലോസിറ്റി 0 ആണ്. സോ കൈനറ്റിക് എനർജി is equal to 0. പൊട്ടൻഷ്യൽ എനർജി എത്രയാ വരിക? ദാറ്റ് ഈസ് mgh. സോ മെക്കാനിക്കൽ എനർജി ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് 0 പ്ലസ് mgh ഈക്വൽ ടു mgh. സോ നമുക്ക് തെളിയിക്കേണ്ടത് ഈ എല്ലാ പൊസിഷനിലും എയിലും ബിയിലും സിയിലും ടോട്ടൽ എനർജി ആയിട്ട് വരുന്നത് mgh ആണ് എന്നുള്ള കാര്യമാണ്. നമുക്ക് തെളിയിക്കണം ബി കൺസിഡറാലും സി കൺസിഡറാലും എനർജി മെക്കാനിക്കൽ എനർജി mgh ആണെന്ന് തെളിയിക്കണം. റെഡി അല്ലേടാ മക്കളെ? ആർ യു റെഡി? യെസ്, നമ്മൾ അതിന് പോവുകയാണ്. സോ പോയിന്റ് ബി എടുക്കുന്നു. സോ ബിയിലെ
കൈനറ്റിക് എനർജിക്ക് ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ. പക്ഷെ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ? സോ ഇവിടെ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കണം. ഇനീഷ്യലി വെലോസിറ്റി എത്രയായിരുന്നു? 0 ആയിരുന്നു. ദാറ്റ് വാസ് ഡ്രോപ്ഡ് ഫ്രം from this position where initial velocity was 0. So 0 plus 2 into acceleration എത്രയാ? acceleration due to gravity ആണ്, that is g ആണ്, into അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാടാ? ഇത് x ആണ്, ഇത് h ആണ്. സോ ഈ പീസ് മാത്രം h മൈനസ് എക്സ്. ക്ലിയർ അല്ലേടാ? സോ ടോട്ടൽ ഡിസ്റ്റൻസ് h ആണ്. ഈ ഡിസ്റ്റൻസ് നമ്മൾ x എന്ന് വിളിച്ചാൽ ഈ ട്രാവൽ ഡിസ്റ്റൻസ് h മൈനസ് എക്സ്. സോ അത് നമുക്ക് എന്ത് എഴുതാടാ? ഓക്കെ, സോ ഇക്വേഷൻ ദാ ഇങ്ങനെ വരും. ഹാഫ് എം, ഇത് ഓൾറെഡി വി സ്ക്വയർ ആണ്. സോ എം ഇൻറ്റു 2g h മൈനസ് എക്സ്. സോ ഈ ടൂം പോയി നോക്കണം മക്കളെ. ടൂം പോയി. സോ ദാറ്റ് വിൽ ബി mgh മൈനസ് mgx. സോ ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി അറ്റ് ബി. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എഴുതിയാലോടാ? പൊട്ടൻഷ്യൽ എനർജി എഴുതിയാലോ? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh ആണ് ഫോർമുല. യു സീ ഇവിടുത്തെ ഹൈറ്റ് എത്രയാ? ഫ്രം ഗ്രൗണ്ട്, ദാറ്റ് ഈസ് x. സോ ഹിയർ ഇറ്റ് വിൽ ബി mgx. ഓക്കെ, കഴിഞ്ഞു. സോ മെക്കാനിക്കൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി mgh മൈനസ് mgx പ്ലസ് mgx. ക്ലിയർ അല്ലേടാ? ഇതാണ് ആദ്യം പറഞ്ഞ കൈനറ്റിക് എനർജി. ആൻഡ് ഫൈനൽ ലാസ്റ്റ് എഴുതി mgx ആണ് പൊട്ടൻഷ്യൽ എനർജി. ഇയാളും പോയി. സോ അവിടുത്തെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് അഗെയിൻ mgh. വി പ്രൂവ് ദാറ്റ്. ക്ലിയർ അല്ലേ? സോ അറ്റ് പൊസിഷൻ ബിയിലും mgh തന്നെ കിട്ടി, പൊസിഷൻ എയിൽ mgh കിട്ടി, പൊസിഷൻ സിയിൽ mgh ആണെങ്കിൽ നമ്മൾ വിജയിച്ചു. നോക്കാം, റെഡി അല്ലേ? സോ കൈനറ്റിക് എനർജി അറ്റ് സി, സീ ദിസ് അറ്റ് സി എങ്ങനെ എഴുതാൻ പറ്റും? ഹാഫ് എം വി സ്ക്വയർ. നമുക്ക് വി കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഏതാടാ? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. യു സ്ക്വയർ 0 ആണ്. 2 ഇൻറ്റു ജി ഇൻറ്റു ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം ഹിയർ ടു ഹിയർ, ദാറ്റ് വാസ് h. ഇത് x ആണ്. സോ 2gh അല്ലെ? 2gh ആണ് വി സ്ക്വയർ. സോ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2gh. വെട്ടാമല്ലോ, ടൂം വെട്ടി. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്ത് വരുടാ? mgh. കൈനറ്റിക് എനർജി മാത്രം mgh കിട്ടി. സോ പൊട്ടൻഷ്യൽ എനർജി എഴുതി നോക്കാം. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. എത്രയാടാ? ഈ ബോൾ താഴെ എത്തിയിട്ടുണ്ട്. h is equal to 0 ആണ്. സോ mg into 0, that is 0. So mechanical energy is equal to mgh plus 0, that is again mgh. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. സോ ടോട്ടൽ എനർജി at A equal to total energy at B, that is equal to total energy at C. We prove that this is law of conservation of mechanical energy. ഇമ്പോർട്ടന്റ് കാര്യമാണ്, കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാം. ക്ലിയർ ആണോ മക്കളെ? ഈ ക്ലിയർ ആണെങ്കിൽ കാര്യം പറയണം. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ദാറ്റ് നൗ. ക്ലിയർ ആണോ? ഈസ് ദാറ്റ് ഓക്കെ? ക്ലിയർ ആണോടാ മക്കളെ? ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ് ഫയർ ഇമോജി. ഒന്ന് ഉപയോഗിച്ചേടാ, ഫയർ ഇമോജിയോ അല്ലെങ്കിൽ അവിടെയുള്ള ഹാർട്ടോ എന്തും ഉപയോഗിക്കാം. യെസ്, ക്ലിയർ ആണ്. അതിന്റെ ഫയറും ഹാർട്ടും വരുന്നുണ്ട്. യെസ്, ക്ലിയർ അല്ലേടാ? സോ ദിസ് ഈസ് ഇറ്റ് ആൻഡ് വി ആർ മൂവിങ് ടു ദി ലാസ്റ്റ് പാർട്ട്. പവർ, വർക്ക് എനർജി ആൻഡ് പവർ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പവർ ഇസ് ദ റേറ്റ് ഓഫ് വർക്ക് ഡൺ. അത് തന്നെ ഇക്വേഷൻ എഴുതാം. പവർ പി ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. കഴിഞ്ഞു. പവർ പി ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പവർ. പവർ പി ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. സിമ്പിൾ അല്ലേ? വർക്കിന്റെ പവറിന്റെ യൂണിറ്റ് എന്താ? ദാറ്റ് ഈസ് വാട്ട്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? വാട്ട് കേട്ടു നമ്മൾ. വാട്ട് WATT, വാട്ട്. ഇത് ഓർത്ത് വെക്കണം. ആൻഡ് there are
2 other units. യൂണിറ്റ് എന്താ? വാട്ട് ആണ്. ഡയമെൻഷൻ ഞാൻ നിങ്ങൾക്ക് വിടുന്നു. വർക്കിന്റെ ഡയമെൻഷൻ അറിയാം, ദാറ്റ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ മതി, ദാറ്റ് ഈസ് യുവർ. ഓക്കെ, ഡയമെൻഷനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. സോ എന്താണ് ഹോഴ്സ് പവർ? 746 വാട്ടിനെ വിളിക്കുന്ന പേരാണ് ഹോഴ്സ് പവർ. വാട്ട് HP is equal to 746 watt. ക്ലിയർ അല്ലേടാ? ആൻഡ് ഇമ്പോർട്ടന്റ് തിങ്, കിലോവാട്ട് അവർ. ദിസ് ഈസ് നോട്ട് എ യൂണിറ്റ് ഓഫ് പവർ. പവറിന്റെ യൂണിറ്റ് അല്ല കിലോവാട്ട് അവർ. നോക്കടാ മക്കളെ, ഇവിടെ എന്താ സംഭവിച്ചത് നോക്കണേ, ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ദാ ഇങ്ങനെ ഓർത്ത് വെക്കുക. കിലോവാട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്ത് വന്നടാ? പവർ വന്നില്ലേ? ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. സോ ദിസ് ഈസ് എനർജി. കിലോവാട്ട് അവർ എന്താ? യൂണിറ്റ് ഓഫ് എനർജിയാണ്. കിലോവാട്ട് എന്ന് പറഞ്ഞാൽ പവർ ആയി, പവർ ഇൻറ്റു ടൈം ചെയ്ത വർക്ക് അല്ലെങ്കിൽ എനർജി കിട്ടി. കൺഫ്യൂഷൻ വേണ്ട. സോ കിലോവാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് എനർജി. ഇതെന്താ? ദിസ് ഈസ് ദ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി അതാണ് എന്ത്? kilowatt hour. Kilowatt എന്താ? Kilowatt is actually unit of power, but kilowatt hour is unit of what? Energy ആണ്. കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. പവറിന്റെ കാര്യത്തിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടിയുണ്ട് മക്കളെ. A man lifts a mass of 20 kilogram to 2 meters in 10 seconds. Find the power. ഒന്നുമില്ലടാ. Power P is equal to work by time. Work is equal to force into displacement by time. അല്ലേ? സോ നോക്കടാ, ഫോഴ്സ് എത്രയാ? mg ആണ്. ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? h ആണ്. ഡിവൈഡഡ് ബൈ ടൈം. സോ മാസ് എത്രയാ? 20 ഇൻറ്റു g10 എടുക്കാം, ഇൻറ്റു ഹൈറ്റ് എത്രയാ? 2 ഡിവൈഡഡ് ബൈ ടൈം എത്രയാ? 10. സോ ദാറ്റ് ഈസ് 400 ന്യൂട്ടൺ. സോറി പവർ അല്ലേടാ, വാട്ട് 400 വാട്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി മക്കളെ നമ്മൾ പറയേണ്ടതുണ്ട്. പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം, ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. That is force into S by T. Displacement by time velocity ആണ്. So power P ക്ക് ഇങ്ങനെയും ഒരു ഇക്വേഷൻ ഉണ്ട്. So this is actually relation between power and velocity. Force into velocity നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും കേട്ടോ. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി പവർ ആണ്. വി എന്താണ്? വെലോസിറ്റി ആണ്. സോ ഈ കാര്യം കൂടി പവറുമായി ബന്ധപ്പെട്ട കാര്യം ഓർത്തു വെക്കണം. ഏറ്റവും ലളിതമായി സിമ്പിളായി പഠിക്കാൻ പറ്റിയൊരു ഭാഗം തന്നെയാണ് എന്ത്? പവർ. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേ? സോ ഷാൽ വി മൂവ് ഓൺ? റെഡി ആണെങ്കിൽ ആ കാര്യം പെട്ടെന്ന് പറയണം. വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ്. പവർ എത്ര പെട്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? സോ വി ആർ മൂവിംഗ് ദി ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ദേ ആർ കൊളീഷൻസ്. സോ മക്കളെ, നമ്മൾ ഇവിടെ പഠിക്കുന്ന കൊളീഷൻ, ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന കൊളീഷൻ ഇതല്ല. ഇത് കോംപ്ലിക്കേറ്റഡ് കൊളീഷൻ ആണ്. നമ്മൾ പഠിക്കുന്ന ഇലാസ്റ്റിക് കൊളീഷൻസിനെ കുറിച്ചിട്ടാണ്. ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ കാര്യം നമുക്ക് പിന്നെ പറയാം. ഓക്കെ, സോ ഇവിടെ കാര്യമായിട്ട് എന്താണ് കാര്യം എന്ന് പഠിച്ചു വെക്കണം. ഡെറിവേഷനൊക്കെ ഉള്ളത് നമുക്ക് ഇലാസ്റ്റിക് കൊളീഷനെ കുറിച്ചിട്ടാണ്. സോ ഒരു കൊളീഷൻ എപ്പോഴാണ് ഇലാസ്റ്റിക് ആണെന്ന് പറയുക? ഒരു കൊളീഷൻ ഇലാസ്റ്റിക് ആവണമെങ്കിൽ രണ്ട് കാര്യം കൺസർവ്ഡ് ആണ്. ഒന്ന്, മൊമെന്റം കൺസർവ്ഡ് ആണ്. രണ്ടാമത്തെ കാര്യം, കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആണ്. അതിനു മുന്നേ മക്കളെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഫോർ ഓൾ കൊളീഷൻസ് ടോട്ടൽ മൊമെന്റം ആൻഡ് ടോട്ടൽ എനർജി ഈസ് കോൺസ്റ്റന്റ്. എല്ലാ ടൈപ്പ് കൊളീഷനും മൊമെന്റവും എനർജിയും കൺസേർവ് ആണ്. ടോട്ടൽ എനർജിയും കൺസേർവ് ആണ്. എന്നാൽ ഒരു കൊളീഷൻ ഇലാസ്റ്റിക് ആണോ എന്ന കാര്യം തീരുമാനിക്കുന്നത് കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണോ അല്ലയോ എന്ന് നോക്കിയിട്ടാണ്. ബിഫോർ കൊളീഷനുള്ള കൈനറ്റിക് എനർജി ആണ്, ആഫ്റ്റർ കൊളീഷനുമെങ്കിൽ ആ കൊളീഷൻ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് കൊളീഷൻ. ഇത് നമുക്ക് നോർമലി കാണാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ഓൾ കൊളീഷൻ നേച്ചർ ആർ
ഇൻഇലാസ്റ്റിക്. സോ നമ്മൾ സബാറ്റോമിക് പാർട്ടിക്കിൾസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ കൊളീഷനാണ് നിയർലി ഇലാസ്റ്റിക് ആയിട്ട് കാണുന്നത്. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കേസ് ആവുകൊണ്ട് ഡെറിവേഷൻസ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഇലാസ്റ്റിക് കൊളീഷനെ കുറിച്ചിട്ടാണ്. സോ പോയിന്റ് ഒരിക്കൽ കൂടി ഓർക്കുക. ഫോർ ഓൾ ടൈപ്പ് ഓഫ് കൊളീഷൻ total momentum and energy are conserved. ഒരു collision elastic ആണ്. Only if the collision is elastic, the kinetic energy is also conserved. Clear അല്ലേടാ? We are moving to next inelastic collision. അതാണ് നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന കൊളീഷൻസ് കൂട്ടിയിടികളെല്ലാം എന്താണ്? ഇൻഇലാസ്റ്റിക് ആണ്. അവിടുത്തെ കാര്യം നമ്മൾ പറഞ്ഞു, മൊമെന്റം ഈസ് കൺസേർവ്, ടോട്ടൽ എനർജി ഈസ് കൺസേർവ്, ബട്ട് ഇമ്പോർട്ടന്റ് തിങ് കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. അപ്പൊ കൂട്ടിയിടിച്ചിട്ടുണ്ട്, അവിടെ ടോട്ടൽ മൊമെന്റവും ടോട്ടൽ എനർജിയും കൺസേർവ്ഡ് ആയി, പക്ഷെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയില്ല. സോ ആ കൊളീഷൻ എന്തായി വന്നു? ഇൻഇലാസ്റ്റിക് ആയി വന്നു. ഇൻഇലാസ്റ്റിക്. So almost all collision in nature are inelastic. ഓർത്ത് വെക്കണം. ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാണ്ട്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. എന്താണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മൊമെന്റം കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ് ആണ്, ആൻഡ് ടോട്ടൽ എനർജി ഈസ് ഓൾസോ കൺസേർവ്ഡ്. പിന്നെ എങ്ങനെയാ പെർഫെക്റ്റ് ആവുക? പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആണെങ്കിൽ ആഫ്റ്റർ കൊളീഷൻ ദ ബോഡീസ് വിൽ സ്റ്റിക്ക് ടുഗദർ ആൻഡ് മൂവ് ആസ് എ സിംഗിൾ മാസ്. എന്താ പറഞ്ഞത്? ഇഫ് ദ ടു ബോഡീസ് മൂവ് ടുഗദർ ഓർ സ്റ്റിക്ക് ടുഗദർ ആഫ്റ്റർ കൊളീഷൻ, അങ്ങനെയാണെങ്കിൽ ആ കൊളീഷൻ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. മക്കളെ, നമ്മൾ ഒരു മരത്തിന്റെ പലയിലേക്ക് വെടി ഉയർത്തു. ആ വെടിയുണ്ട അതിനെ മുകളിൽ കൊണ്ടുകഴിഞ്ഞാൽ ആ വെടിയുണ്ടയും മരപ്പലകയും ഒരുമിച്ച് പോകും. രണ്ടുപേരും ഒന്നായി വെടിയുണ്ട മരപ്പലയുടെ ഉള്ളിലിരുന്നു. നമ്മളെ ചുമരിലേക്ക് ചെളി തെറിച്ചു. തെറിച്ച ചെളി ചുമരിൽ പറ്റി നിന്നു. അത്തരം കൊളീഷൻ വിളിക്കുന്ന പേരാണ് എന്ത്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. കണ്ടോ നിങ്ങൾ? ചുമരിലേക്ക് വാരിയെറിഞ്ഞ ചെളി നിങ്ങൾക്ക് കാണാം. വാരിയെറിഞ്ഞ ചെളി അത് അവിടെ പറ്റി നിൽക്കുന്നുണ്ട്. ദാറ്റ് ഈസ് stuck together. They will move as a single mass. So ആ കൊളീഷൻ വെക്കുന്ന പേരാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഈ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കണം. സോ കാര്യം എന്താ? കൈനറ്റിക് എനർജിയിലേക്ക് നോക്കണം. കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആണെങ്കിൽ ദാറ്റ് കൊളീഷൻ ഈസ് elastic, and police consider inelastic. Clear alleda? And we are moving to the last part of this chapter, elastic collision in one dimension. One dimensional elastic collision ഒരു ചെറിയ ഡെറിവേഷൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. So we are calculating, we are deriving an equation for final velocities. ഫൈനൽ വെലോസിറ്റീസ് ഇതിനാണ് നമ്മൾ ഇക്വേഷനിലാക്കുന്നത്. മക്കളെ, അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് രണ്ട് ബോഡീസ് ആണ്. ഫസ്റ്റ് ബോഡി ഓഫ് മാസ് m1, സെക്കൻഡ് ബോഡി ഓഫ് മാസ് m2. ഇനീഷ്യലി അവർ മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി നോ ദാറ്റ് ദേ ആർ u1 and u2. ആക്ച്വലി രണ്ട് ബോഡീസ് ഉണ്ട്. ദേ ക്യാൻ ഹാവ് മാസസ് m1 m2. മാസ് സെയിം ആവും, മാസ് അല്ലാതിരിക്കാം. വിൽ സെപ്പറേറ്റ്ലി മെഷർ ദാറ്റ്. ഓക്കെ, അവരുടെ വെലോസിറ്റീസ് ആണ് u1 and u2. വിൽ ഓൾസോ മെഷർ ദാറ്റ്. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. And after some time, if they collide, future instant അവർ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെലോസിറ്റികൾ എന്തായിരിക്കും? മാസുകൾ എത്രയായിരിക്കും? വെലോസിറ്റികൾ എത്രയായിരിക്കും? മാസിന്റെ ചേഞ്ച് ഉണ്ടാവുന്ന കൺസിഡറേഷൻ തന്നെയാണ്. സോ ആ വെലോസിറ്റി ചേഞ്ച് എത്രയായിരിക്കും ഡെറിവേഷൻ ആണ്. ആ വെലോസിറ്റികളുടെ ഡെറിവേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുന്ന ദ കേസ്. കൺസിഡർ ടു മാസ് m1 and m2. They were moving with some initial velocities u1 and u2. They collide each other and their velocities will change to v1 and v2. നമുക്ക് രണ്ട് കൺസർവേഷൻ ഉണ്ട്. we know എന്ത് കൺസിഡർ? ആദ്യം ടോട്ടൽ ലീനിയർ മൊമെന്റം ഈസ് കൺസർവ്ഡ് അല്ലേ? സോ നമുക്ക് ഈ കാര്യം അടുത്ത പേജിലേക്ക് എടുത്തിട്ട് കൃത്യമായിട്ട് എഴുതി വെക്കാം. ഒറ്റ പേജ് കൊണ്ട് നമുക്ക് ആ കാര്യം തീർക്കാം. So kinetic energy is conserved. Momentum is conserved. എങ്ങനെ എഴുതാം? According to conservation of momentum, m1 u1, momentum of the first particle, mass into velocity, plus m2 u2, അല്ലേ? Momentum of the second particle. This is the total momentum before collision. That must be equal to momentum after collision. That is m1 v1 plus m2 v2. Okay അല്ലേടാ?
ഓക്കെ അല്ലേ? ചെറിയൊരു റീഅറേഞ്ച്മെന്റ്. M1 ഇവിടെ കൊണ്ടുവന്നു, M1ന്റെ കൂടെ U1 ഇവിടെ ഉണ്ട്. ദാ ഇവിടെ നിന്ന് ആരെയെ കൊണ്ടുവരുന്നത്? V1 ആണ്. സോ U1 മൈനസ് V1. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു M2നെ അവിടെ നിർത്തി, ഓൾറെഡി V2 അവിടെ ഉണ്ട്, മൈനസ് ഇത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ കൂടാ? M2ന്റെ കൂടുതൽ ആള് U2. ക്ലിയർ അല്ലേ? ലെറ്റ് ഇറ്റ് ദേ ഇക്വേഷൻ നമ്പർ 1. പുട്ട് ഇക്വേഷൻ നമ്പർ 1. കാര്യം മനസ്സിലായി? ഇത് എന്താണ്? അക്കോർഡിംഗ് ടു conservation of linear moment. ഒരു കാര്യം കൂടി കൺസർവ്ഡ് ആണ്. ദിസ് കൊളീഷൻ ഈസ് ഇലാസ്റ്റിക്. സോ ഒരു കാര്യം കൂടി കൺസർവ്ഡ് അല്ലേടാ? എന്താണ്? കൈനറ്റിക് എനർജി ഈസ് കൺസർവ്ഡ്. കൈനറ്റിക് എനർജി ഈസ് കൺസർവ്ഡ്. ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് mv², ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 square. Kinetic energy before collision, that is equal to half m1 v1 square plus half m2 v2 square. ഇത്രയേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും ഹാഫ് ഉണ്ട്, ഹാഫ് കട്ട് ചെയ്ത് അല്ലെ? അടുത്ത സ്റ്റെപ്പ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ M1നെ ഇവിടെ നിർത്തി, M1ന്റെ കൂടുതലുള്ള ആള് U1 സ്ക്വയർ ആണ്, മൈനസ് അപ്പുറത്ത് വരാനുള്ള ആളാരാടാ? M1ന്റെ കൂടുതലുള്ള ആള് V1 സ്ക്വയർ. ഓക്കെ അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു M2നെ അവിടെ നിർത്തി, M2ന്റെ കൂടെ ഇവിടെ ഉള്ള ആള് V2 സ്ക്വയർ മൈനസ് ആരാ പിന്നുള്ളത്? ഇവിടെ നിന്ന് അങ്ങോട്ട് വരാനുള്ളത് U2 സ്ക്വയർ. മനസ്സിലായില്ലേടാ? പുട്ട് ദാറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻ കിട്ടി. ജസ്റ്റ് ഇക്വേഷൻസിനെ ഒന്ന് ഡിവൈഡ് ചെയ്യടാ മക്കളെ. സോ ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. എന്ത് ചെയ്യാം? ദാ ഈ M1ഉം M2ഉം ക്യാൻസൽ ആവും. എഴുതേണ്ട ആവശ്യമില്ല. M1 M2 ക്യാൻസൽ ആവും. ബാക്കി ആരാ ഉണ്ടാവുക? ദാ U1 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഞാൻ അതൊന്ന് എഴുതി വെക്കാം മക്കളെ. സ്റ്റെപ്പ് നോക്കിക്കോളൂ. U1 square minus V1 square divided by, ഇവിടെ എന്തുണ്ട്? U1 minus V1, that is equal to V2 square minus V1 square divided by എന്തുണ്ടടാ? V2 minus U2 square അല്ലേ? സ്ക്വയർ അല്ലല്ലോ. കറക്റ്റ് അല്ലേ മക്കളെ? ഇത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ഈ കിട്ടിയ ടേമില്ലേടാ, ഇവിടെ എന്താ? U1 ഉണ്ട്, ഒന്നുമില്ലടാ. ഇവിടെ U1 V1 ഉണ്ട്, അതിന് സ്ക്വയർ ഇട്ടാൽ എന്തായി? ഈ ടേമായി. ഇവിടെ V2 U2 ഉണ്ട്, അതിന് സ്ക്വയർ ഇട്ടാൽ സെക്കൻഡ് ടേമായി. അത്രമാത്രം ആലോചിച്ചാൽ മതി കേട്ടോ. ഇതാ മുകളിൽ എന്താണെങ്കിലും സ്ക്വയർ ഇട്ടാൽ മതി. ഇനി കട്ട് എങ്ങനെ ചെയ്യാം മക്കളെ? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. ആ ഫോമിലല്ലേ? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മുകളിൽ നിന്നുണ്ടാവും U1 പ്ലസ് V1 അല്ലേ? ബാക്കി അടുത്ത ടേം എന്താ? U1 മൈനസ് P1 ആ. അത് താഴെ ഉണ്ട്, കട്ടായി പോവും. ദാറ്റ് ഇസ് ഈക്വൽ ടു അടുത്ത ടേമിന് എങ്ങനെ വരുടാ? V2 പ്ലസ് U2. കഴിഞ്ഞു. This is equation number 3. ഈ ഇക്വേഷൻ നമ്പർ 3ന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നോക്കടാ. U1 മൈനസ് U2 ഇസ് ഈക്വൽ ടു V2 മൈനസ് V1. ഇതിന്റെ അർത്ഥം റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ബോഡി വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് ബോഡി ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെക്കൻഡ് ബോഡി വിത്ത് റെസ്പെക്ട് ഫസ്റ്റ് ബോഡി ആഫ്റ്റർ കൊളീഷൻ. റിലേറ്റീവ് വെലോസിറ്റി ഇസ് ഇന്റർചേഞ്ച്ഡ്. ഇത് കാണിക്കാൻ പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതുവരെ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അടുത്ത പാർട്ട് കിട്ടിയാൽ നമുക്ക് അവസാനത്തെ കാര്യം കൂടി ചെയ്യാം മക്കളെ. നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 ഇല്ലേ? ഇനി നമുക്ക് പറഞ്ഞ് ചെയ്യാവുന്ന കാര്യം ഇക്വേഷൻ നമ്പർ 3 ഇല്ലേടാ? ഇക്വേഷൻ നമ്പർ 3യിൽ നമുക്ക് എഴുതാം
V1 is equal to V2 plus U2 minus U1 എഴുതാം. ഈ ഇക്വേഷൻ പിടിച്ചിട്ട് നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ കൊണ്ടുപോയി കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇക്വേഷൻ എവിടെന്നാ ഇക്വേഷൻ നമ്പർ 3 എന്ന് കിട്ടി, നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് വിളിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ട് 4 in 1 and റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? V1 ഇക്വേഷൻ കിട്ടും. അത് ചെയ്യാൻ ഞാൻ പോകുന്നില്ല. V1 ഇക്വേഷൻ ദാ ജസ്റ്റ് ഒന്നുമില്ലടാ, ജസ്റ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് V2ന് ഇവിടെ V1 എഴുതിയത് V2ന് ചെയ്യാം. എന്നാ പിന്നെ ഒരുമിച്ച് ഈ എഴുതിയ പോലെ തന്നെ ആയിരിക്കും. V2 is equal to U1 minus U2 plus V1 അല്ലേ? ഈ ഇക്വേഷൻ കിട്ടിയില്ലടാ. ഇത് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ പിടിച്ചതാ ഇവിടെ V2 കാണുന്ന തന്നെ കൊടുക്കുക. അപ്പൊ എല്ലാ ടേമിലും എന്താ ഉണ്ടാവുള്ളൂ? V1 ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് മാത്രം ഈ കാര്യം കിട്ടും. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ V1. നോക്കിയേ, ദിസ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ആഫ്റ്റർ കൊളീഷൻ. ഇവിടെയുള്ള രണ്ട് കാര്യം നമുക്കറിയാം, മാസുകൾ അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി അറിയാം. സോ നമുക്ക് അറിയുന്ന ടേമിലേക്ക് മാറ്റി. മക്കളെ ഇങ്ങനെ കിട്ടിയാൽ അടുത്ത ഇക്വേഷനും വളരെ 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 ഈസി ആയിട്ട് എഴുതാൻ പറ്റും. V2 എഴുതണമെങ്കിൽ M2 നാക്കുക, 1 കാണുന്ന ഒക്കെ 2 ആക്കുക. M2 മൈനസ് M1 U2 ഈ രണ്ട് മാറ്റരുതേ. 2 ഇൻറ്റു M1 U1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. 1ഉം 2 മാറ്റിയാൽ ഒരുപോലെ തന്നെയാണ് M1 പ്ലസ് M2. സോ മക്കളെ ഇത് ഒരു ഇക്വേഷൻ പഠിച്ചാൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈപ്പ് ആണ്. നിങ്ങൾ ഇതിൽ ഒരെണ്ണം ചെയ്തു വെച്ചാൽ മതി. ഓക്കെ, സോ ഇതിൽ ഒരെണ്ണം ചെയ്താൽ രണ്ടാമത് ചെയ്യാൻ പറ്റും. വെറും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ റീഅറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ ഫ്രം ദിസ് ചാപ്റ്റർ. ഇത്രയും കാര്യം പഠിക്കണം. പരീക്ഷയ്ക്ക് ഈ കാര്യം മാത്രം ചോദിച്ചിട്ടുണ്ട്. ഷോ ദാറ്റ് റിലേറ്റീവ് വെലോസിറ്റീസ് വിൽ ഇന്റർചേഞ്ച്, ആ കാര്യം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇക്വേഷൻ ഫോർ ഫൈനൽ വെലോസിറ്റീസ്. ജസ്റ്റ് റീഅറേഞ്ച്മെന്റ് മാത്രം ചെയ്താൽ മതി. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. കാര്യം കൃത്യമായി മനസ്സിലായ മക്കൾ, എല്ലാ കാര്യവും ക്ലിയർ ആയ മക്കൾ ഇപ്പോൾ കമന്റ് ബോക്സിൽ ആ കാര്യം പറയണം. ശേഷം ലൈവ് പിന്നെ കാണുന്ന ആളുകൾ ക്ലിയർ ആണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിർബന്ധമായും വീഡിയോയ്ക്ക് അടിയിൽ എഴുതുക. This is the inspiration. Your messages are the real inspiration for this series. അല്ലെ, ഈ സീരീസ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നിങ്ങളുടെ എന്താ പറയാ സജഷൻസ് ആൻഡ് കമന്റ്സ് അത് നിർബന്ധമായിട്ടും വേണം. സോ ആ കാര്യം മറക്കരുത്. സോ അതുവരെ see you.